പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത സ്നേഹത്തിൻ്റെ നിറവായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ചാരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറയാം. ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങയുടെ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറയാം. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ച അന്ധനായ യാചകൻ യേശുവിനെ തൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമല്ല, തനിക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുവാനായിട്ടുള്ള നിലവിളിയുടെ പ്രതീകമായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും എപ്രകാരമാണ് യേശു സാന്നിധ്യം നേടിയെടുക്കേണ്ടതെന്നും യേശുവിനെ കൊണ്ട് നിനക്കെന്താണ് വേണ്ടതെന്ന് ചോദിക്കുവാൻ തക്കവിധം യോഗ്യത ഉള്ളവരായിത്തീരുന്നത് എങ്ങനെയെന്നും നമ്മെ ഇന്ന് ഈ അന്ധനായ യാചകൻ പഠിപ്പിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ ആരവം മാത്രമായിരുന്നു അവൻ കേട്ടത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ ശബ്ദം യേശുവിൻ്റെ പക്കലേക്ക് എത്തിക്കുവാൻ ഉച്ചത്തിൽ അവൻ വിളിച്ചപേക്ഷിച്ചു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുവിൻ്റെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും ആ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുമെന്ന ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിക്കും. നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിച്ചാൽ നീ കണ്ടെത്തുമെന്നും നിനക്ക് അവൻ ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരുമെന്നും ഈ യാചകൻ നമ്മെ പഠിപ്പിക്കും. മലീശോയെ, ഇന്നേ ദിനം ദാനമായി ഞങ്ങൾക്ക് നൽകിയ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നു. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം. ഓരോ നിമിഷവും നിൻ്റെ കൃപകളാൽ നിറഞ്ഞു ജീവിക്കുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിലുള്ള ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റാകും മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.